തിരുത്ത് എന്ന സിനിമ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഇപ്പോഴത്തെ സമൂഹത്തെ തിരുത്തി മാറ്റാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് തിരുത്ത്. ഇപ്പം നടക്കുന്ന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഡെയിലി വായിച്ചറിയുന്ന സംഭവമാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ഇഷ്യൂ അതാ ലഹരി മാഫിയയാണ്. മാതാപിതാക്കൾക്കൊരു വിലയും കൽപ്പിക്കാതെ മക്കൾ അവരുടെ അഴിഞ്ഞാട്ടം നടത്തുകയാണ് ലഹരിക്ക് അടിമയായിട്ട്. ഓരോ വീടുകളിലും ഭയങ്കര സിറ്റുവേഷൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്, തിരുത്തുന്ന ചിത്രം. ജോഷി വള്ളിത്താല എന്ന പുതുമുഖ സംവിധായകൻ്റെ ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഈ ചിത്രം. കാര്യം ഒരു കൂട്ടം പുതുമുഖങ്ങളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പറയത്തക്ക താരബാഹുല്യമുള്ള സ്റ്റാർസൊന്നും ഇല്ലാത്തൊരു ചിത്രം. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പാടാണ്, അറിയാമല്ലോ. താരങ്ങളുണ്ടായെങ്കിൽ കുറച്ചുകൂടെ റീച്ചായത്. പക്ഷേ അവരുടെ പരമാവധി അവർ ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളെ കണ്ടെത്തി ഓഡീഷനിലൂടെയൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുക. പക്ഷേ കണ്ണൂർ, ഇരിട്ടി പരിസര പ്രദേശങ്ങളിൽ പടിയൂർ അവിടെ ചിത്രീകരിച്ച അവിടെയുള്ള നാട്ടുകാരെ കൊണ്ട് അവർ തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അണിയറയ്ക്ക് പിന്നിലും ജോഷി സംവിധായകൻ അഭിനയിച്ചിട്ടുണ്ട്, ശ്രീരേഖ അവരെ നിർമ്മിച്ചിരിക്കുന്നു, പാട്ടുകളുമുണ്ട്. ഒരു നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഡോക്യുമെൻ്ററി രീതിയിൽ തള്ളിക്കളയേണ്ട കാര്യം. ഇന്നത്തെ ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി, ചക്കോച്ചൻ്റെ പടവും ഇപ്പം ലൂസിഫറിലും വരാൻ പോകുന്ന എമ്പുരാനിലും ഒക്കെ വിഷയങ്ങൾ എന്താണ്, നമ്മുടെ ലഹരി മാഫിയയെക്കുറിച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുപോലൊരു ചിത്രമാണ്. അപ്പം ഈ തിരുത്തുന്ന ചിത്രവും അതുപോലെ ഒരു ശ്രേണിയിലേക്ക് വരുന്നൊരു ചിത്രം തന്നെയാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്ത് ഇത് കണ്ടിരിക്കണം. ഇത് എന്താ പറയുക, എക്സൈസ് വകുപ്പും പോലീസ് അധികാരികളും നമ്മുടെ നേതൃത്വവും ഒക്കെ തന്നെ, രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ തന്നെ ഈ പടം ഏറ്റെടുത്ത് ഇതുപോലുള്ള പടങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ ആദ്യ പടിയായിട്ട് തിയേറ്ററിൽ സ്കൂളുകളിൽ ഇതെത്തിക്കുക. പ്ലസ് ടു, 10th സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള ഹൈസ്കൂൾ തലങ്ങളിലേക്ക് ഈ ചിത്രം എത്തിക്കണം എന്നാണ് പറയുന്നത്. ഒരു കണ്ണൂർ പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ചിത്രം. കാര്യം കേരളത്തിൽ മൊത്തം ഈ വിപത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾക്ക് അറിയാതെ അവർ ഇരകളായി തീരുകയാണ്. അവരെ ഈ സമൂഹം രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇത്തരം ചിത്രങ്ങൾ, ഈ സദുദ്ദേശപരമായ ചിത്രം, സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രം എല്ലാവരിലേക്കും എത്തണമെന്നാണ് ഒരു PRO എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. ഓക്കെ.